മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കേരളത്തിൽ വലിയ തോതിൽ ആഘോഷിച്ച ഒരു സംഭവമുണ്ട്. അത് കരിവെന്നൂർ കേസാണ്. കരിവെന്നൂർ ബാങ്ക് കേസ്, ഇഡിയുടെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒക്കെ CPI നേതാക്കളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബോധപൂർവം ശ്രമിച്ചത് അന്ന് തന്നെ വാർത്തയായിരുന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും അതൊരു ചർച്ചയെ ആയിരുന്നില്ല. ഇത് സത്യസന്ധമായിട്ടാണ് ED അന്വേഷിക്കുന്നു എന്ന രൂപത്തിലായിരുന്നു വാർത്തകൾ ചമയ്ക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ അന്ന് തയ്യാറായത്. അന്ന് ഈ നാടകത്തിൽ നടന്മാരായിരുന്നു സുരേഷ് ഗോപിയും BJP നേതാക്കളും. ആ നടന്മാർക്ക് നായക പരിവേഷം നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ മുന്നിട്ടിറങ്ങിയിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇപ്പോഴിതാ ആ കേസ് ഹൈക്കോടതി കൊട്ടയിലിട്ടിരിക്കുന്നു, ചവറ്റ് കൊട്ടയിലിട്ടിരിക്കുന്നു. ഈ കേസ് അതിൽ കുറ്റം ചെയ്തു എന്ന് കരുതാൻ ന്യായമില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. ആ കേസിലെ പ്രധാന പ്രതികളായ PR അരവിന്ദാക്ഷനും ബാങ്ക് അക്കൗണ്ടായിരുന്ന CK ജിൽസണും ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയ പരാമർശമുണ്ട്. ആ പരാമർശം കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ കരുതാൻ ന്യായമായ കാരണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസെടുത്ത് കൊട്ടയിലിട്ടത് എന്നതാണ് വാസ്തവം. എന്തൊക്കെയാണ് കോടതി നിരീക്ഷണം? ഈ കുറ്റപത്രത്തിൽ, ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ, ആ കുറ്റപത്രത്തിൽ ഒന്നാമതായി കോടതി സംശയം പ്രകടിപ്പിച്ചു. രണ്ടാമത്, കുറ്റം ചെയ്തുവെന്ന് കരുതാൻ ഒരു കാരണവുമില്ല. ഈ പ്രതികൾ PR അരവിന്ദാക്ഷനും CK ജിൽസണും കുറ്റം ചെയ്തു എന്ന് കരുതാൻ ഒരു കാരണവുമില്ല. കുറ്റപത്രം വായിച്ചാൽ, കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവർ രണ്ടുപേരും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി നിസ്സംശയം പറയുകയാണ്. എന്തൊക്കെയായിരുന്നു കേരളത്തിലുണ്ടാക്കിയ പുകില്, എന്തൊക്കെയായിരുന്നു കേരളത്തിലുണ്ടാക്കിയ ചർച്ച? എത്ര ദിവസമാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയം അന്തിച്ചർച്ചയായി എടുത്തത്? എത്ര സമയമാണ് വാർത്തകൾക്ക് വേണ്ടി നൽകിയത്? എത്ര പേജുകളാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ മാറ്റിവെച്ചത്? നാം ആലോചിച്ചു നോക്കണം, എന്തിനായിരുന്നു ഇതൊക്കെ? എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള കളി മറ്റൊന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തോടൊപ്പം തുള്ളിക്കളിച്ചവരാണ് കേരളത്തിലെ UDF. അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. എല്ലാവരും കേരളീയ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതാണ് ഹൈക്കോടതി വിധി പറയുന്നത്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളല്ല കോടതി പറഞ്ഞിരിക്കുന്നത്, ഇനിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ കാര്യം, ഈ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ കുറ്റം ചെയ്തു എന്നതിന് കൃത്യമായ ന്യായീകരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് കോടതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ട്? ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 14 മാസമായി രണ്ടുപേരും ജയിലിൽ കിടക്കുന്നു. ഇനിയും കുറ്റപത്രം സമർപ്പിക്കാൻ മാസങ്ങളെടുക്കും. അതുവരെ ഇവരെ എന്തിന് ജയിലിൽ കിടത്തണം എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. എന്തിന് ഇവരെ ഇങ്ങനെ ജയിലിൽ കിടക്കണം? 14 മാസമായി ജയിലിൽ കിടക്കുകയാണ് രണ്ടുപേരും. കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല EDക്ക്. ഇതുവരെ നൽകിയ റിപ്പോർട്ടിനകത്ത് ഇവർ കുറ്റം ചെയ്തതായി കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. അതോടൊപ്പം കോടതി പറയുന്നു, ഈ രണ്ടുപേർക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല. രണ്ടുപേർക്കും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത സാഹചര്യത്തിൽ ED പറഞ്ഞിരിക്കുന്ന ഈ ന്യായങ്ങളൊന്നും, ഈ കാരണങ്ങളൊന്നും കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയുന്നതല്ല. EDയുടെ വാദം വിശദമായി കേട്ടിരുന്നു. ED പറഞ്ഞത് എന്താണ്? 334 കോടി രൂപയാണ് ഇവർ വെളുപ്പിച്ചത്. PR അരവിന്ദാക്ഷന് ബാങ്കിൽ 2 അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപ എങ്ങനെയാണ് സ്ഥിര നിക്ഷേപമായി PR അരവിന്ദാക്ഷൻ ലഭിച്ചത്? അത് ബാങ്ക് നൽകിയ ബിനാമി വായ്പയിലൂടെയാണ്. അതിലൂടെ കിട്ടിയ കമ്മീഷൻ പണമാണ് സ്ഥിര നിക്ഷേപമായി ബാങ്കിൽ നിക്ഷേപിച്ചത്. 334 കോടി രൂപയാണ് വെളുപ്പിച്ചത്, കള്ളപ്പണം വെളുപ്പിച്ചത്. ഇതൊക്കെയായിരുന്നു EDയുടെ കണ്ടെത്തൽ എന്നത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ. ആ കണ്ടെത്തലിന്റെ പുറകിൽ കൃത്യമായ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു, CPIM നേതാക്കളെ വേട്ടയാടുക. ആരുടെയൊക്കെ പിറകെയാണ് പോയത്? AC മൊയ്തീൻ എന്ന തൃശ്ശൂരിലെ ഏറ്റവും മുതിർന്ന CPIM നേതാവ്. അദ്ദേഹത്തിനെ എത്രമാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളും EDയും UDF നേതാക്കളും BJP നേതാക്കളും വേട്ടയാടിയത്? ED എത്ര ദിവസമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്? അതോടൊപ്പം തന്നെ MK കണ്ണൻ, മുതിർന്ന CPIMന്റെ നേതാവ്, കേരളത്തിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെ എത്രമാത്രമാണ് വേട്ടയാടിയത്? അദ്ദേഹത്തിലേക്കും AC മൊയ്തീനിലേക്കും കേസെത്തിക്കാനും അങ്ങനെ AC മൊയ്തീനിലൂടെ CPIM നേതൃത്വത്തെ മുഴുവൻ പിടിക്കാനും CPIM നേതൃത്വത്തിന് ബാങ്ക് അക്കൗണ്ട് വരെ മരവിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തിയില്ലേ? ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമം പിന്നീട് കോടതി തന്നെ തടഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട്.
ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ആ ഭാഗമായി നടന്ന സംഭവങ്ങളൊക്കെ പൊടിപ്പും തൊങ്ങലും കൊടുത്ത് കേരളത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ച് ഇതാ CPM അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു, അതിന്റെ പിറകിൽ CPM ആണ്, CPM നേതാക്കൾ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ കേരളത്തിൽ എത്രമാത്രം ശ്രമം നടന്നിരുന്നു എന്നോർക്കണം. ഇപ്പോഴാണ് കോടതി സത്യം പറഞ്ഞിരിക്കുന്നത്. എത്ര മാസം കഴിഞ്ഞ്? 14 മാസം കഴിഞ്ഞിട്ടാണ് കോടതി സത്യം പറയുന്നത്. കോടതി പറഞ്ഞത് ഈ കേസിൽ കുറ്റം ചെയ്തു, ഇവർ രണ്ടുപേരും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ED കൊടുത്ത റിപ്പോർട്ട് മുഴുവൻ പരിശോധിച്ചാലും EDയുടെ വാദം കേട്ടപ്പോഴും ഇവർ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് കരുതാൻ ന്യായമില്ല എന്ന് പറഞ്ഞാണ് ജാമ്യം അനുവദിച്ചത്. ഇതിൽ പരം നാണക്കേട് EDക്ക് നേടാനുണ്ടോ? ഇതിൽ പരം നാണക്കേട് BJP നേതൃത്വത്തിന് നേടാനുണ്ടോ? ഈ കരുവന്നൂർ പ്രശ്നമുയർത്തി സുരേഷ് ഗോപി നടത്തിയ ഒരു മാർച്ചുണ്ട്, ഒരു ജാഥയുണ്ട്. തളർന്ന് വീഴാറായ സുരേഷ് ഗോപിയെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ബോധ്യമാകും. അങ്ങനെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് BJPയെ ജയിപ്പിച്ചെടുക്കാൻ കേരളത്തിൽ നടന്ന ശ്രമമുണ്ട്. ആ ശ്രമത്തിന്റെ ഫലം BJPക്ക് ലഭിച്ചു എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായും BJP ലഭിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി തൃശ്ശൂരിൽ. അങ്ങനെയല്ലേ സുരേഷ് ഗോപി ജയിച്ചത്? അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ കളികളെല്ലാം. അതിനു വേണ്ടിയിട്ടായിരുന്നു CPMന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ തയ്യാറായത്. അതിനു വേണ്ടിയിട്ടായിരുന്നു AC മൊയ്തീന്റെ പിറകെ ED ഓടി നടന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു MK കണ്ണനെ EDയും കോൺഗ്രസും BJPയും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് വേട്ടയാടിയത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ പോലും EDക്ക് കഴിഞ്ഞിട്ടില്ല. നൽകിയ റിപ്പോർട്ടിലാണെങ്കിൽ കുറ്റം ചെയ്തതിന് കൃത്യമായ തെളിവില്ല. ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ചാലും ഇവർ കുറ്റം ചെയ്തു എന്ന് കരുതാൻ ന്യായമായ കാരണമില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് തിരിച്ചടി നേരിട്ടത്? ഒന്നാമത് EDക്ക്. ED BJPയുടെ രാഷ്ട്രീയ കരുവായി, രാഷ്ട്രീയ ടൂളായി മാറി എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് കരുവന്നൂർ ബാങ്കിൽ നടന്ന ഈ അന്വേഷണ പ്രഹസനവും. അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ UDF നടത്തിയ പ്രചാരണം, അതിനെല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്ത കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും, അതോടൊപ്പം ഇതിനെല്ലാം പിറകിൽ നിന്ന് ചുക്കാൻ പിടിച്ച BJP നേതൃത്വം, ഇവരെല്ലാവരും മറുപടി പറയണം. BJP നേതൃത്വത്തിനെ ആഹ്ലാദിക്കാം, എന്തൊക്കെയായാലും തൃശ്ശൂരിൽ ജയിച്ചല്ലോ, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ED ഉപയോഗിച്ച് ഈ കളികളൊക്കെ ഞങ്ങൾ കളിച്ചത്, അതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ BJPക്ക് കഴിയും. പക്ഷേ അതിന് ആ തെറ്റായ ഗൂഢാലോചനക്ക് എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറായ കേരളത്തിലെ UDF, കേരളത്തിലെ മാധ്യമങ്ങൾ അവർ എന്തു പറയും? അവർ ആരോട് മാപ്പ് പറയണം? കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അതാണ് കോടതി ഇന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്.